എല്ലാവർക്കും അറിയാം, ഈ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ് കേരളത്തിലെ എറണാകുളം എന്ന മണ്ഡലം. രാജ്യത്ത് തന്നെ 10ലേറെ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണിത്. UDF കോട്ട കാക്കാൻ ഹൈബി ഈഡൻ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. എന്നാൽ ഇത്തവണ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന അവകാശവാദമാണ് LDF ഉയർത്തുന്നത്. BJPയും 2020 മത്സരിക്കുമ്പോൾ ആരുടെ വോട്ടുകളാണ് ഇവിടെ ഭിന്നിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കൊച്ചി പഴയ കൊച്ചിയല്ല. മെട്രോയും വാട്ടർ മെട്രോയും ഇൻഫോ പാർക്കും ധാരാളം വ്യവസായ സ്ഥാപനങ്ങളുമെല്ലാം അടങ്ങുന്ന ഒരു മഹാനഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ രാഷ്ട്രീയവും വികസനവും ഒരുപോലെ എറണാകുളം മണ്ഡലത്തിൽ ചർച്ചയാകുമ്പോൾ സീൻ മാറുമോ എന്നാണ് നാട്ടുകാർക്കും വോട്ടർമാർക്കും അറിയാനുള്ളത്. മണ്ഡലം പിടിച്ചു നിർത്താൻ ഹൈബി ഈഡൻ കളത്തിലുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജാണ് ഹൈബിയുടെ ആത്മവിശ്വാസം. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിയാണ് വോട്ട് അഭ്യർത്ഥന. ഞാൻ എൻ്റെ എല്ലാ പദ്ധതികളിലും എൻ്റേതായ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കാരണം കൊച്ചി ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. പുതിയ തലമുറയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അവർ ചിന്തിക്കുന്ന പോലെ അവരുടെ പദ്ധതികൾ അങ്ങനെയാണ് കപ്പ് ഓഫ് ലൈഫ് ഉരുത്തിരിഞ്ഞത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പി രാജീവിനെ 1.69 ലക്ഷം വോട്ടിന് ഹൈബി മലർത്തിയടിച്ചെങ്കിലും ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് KJ ഷൈനിലൂടെ ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അധ്യാപിക, ലത്തീൻ സഭാംഗം, പാർട്ടി കേഡർ എന്നീ കോംബോയിലാണ് പ്രതീക്ഷ. ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ മുഖം കാണാനും അവരുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കുന്നതിനും അവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും ഉള്ള ഒരു അസുലഭ സന്ദർഭമാണ് ഈ പര്യടനം. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇപ്രാവശ്യം എറണാകുളം മണ്ഡലം ഒരു ചരിത്ര വിജയം നേടും എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ജയത്തിൽ കുറഞ്ഞതൊന്നും തൃപ്തി തരില്ലെന്ന് പറഞ്ഞാണ് NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ വോട്ട് പിടിക്കുന്നത്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ BJP വോട്ട് ശതമാനം 8% ഉയർത്തിയത് KS രാധാകൃഷ്ണനാണ്. സ്വന്തം നാട്ടിൽ മത്സരിക്കുമ്പോൾ പഴയ മഹാരാജാസ് കോൺഗ്രസ് ബന്ധങ്ങൾ വോട്ടാകുമെന്നാണ് പ്രതീക്ഷ. മോദിയുടെ ഗ്യാരണ്ടിയും കൂട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി താഴെത്തട്ടിൽ ഞങ്ങൾക്ക് വളരെയേറെ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഉജ്ജ്വലമായ പ്രതികരണമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. അവർ പറയുന്നത് ഇക്കുറി അവരുടെ വോട്ട് മോദിക്കാണ് എന്നാണ്. കിഴക്കമ്പലത്ത് നിന്ന് 2020 നഗരത്തിലേക്കെത്തുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് സ്ഥാനാർത്ഥി. നമ്മൾ ആദ്യം മുന്നോട്ട് വെക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിനായിട്ടാണ് 2020 എന്ന പ്രസ്ഥാനം കടന്നു വരുന്നത്. ആ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ, പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുക, അതിലൂടെ നമുക്കൊരു സമഗ്ര വികസനം നമ്മുടെ നാടിന് കൊണ്ടുവരിക എന്നുള്ളതാണ്. കനത്ത ചൂടൊക്കെ ആണെങ്കിലും എറണാകുളത്തെ സ്ഥാനാർത്ഥികളെല്ലാം പൊളി വൈബാണ്. കൃത്യമായി വികസന കാഴ്ചപ്പാടും രാഷ്ട്രീയ ബോധവുമുള്ള ആളുകൾ. മലയാള സിനിമയുടെ സീൻ മഞ്ഞുമൽ ബോയ്സ് മാറ്റിയതുപോലെ എറണാകുളത്തിന്റെ സീൻ ആരായിരിക്കും മാറ്റുക? അതാണ് ഇനി അറിയാനുള്ളത്. കൊച്ചിയിൽ നിന്നാ വിഷ്ണു സുരേഷ്, 24. അതാണ് എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. എല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ എറണാകുളത്തും വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥികളുടെ പര്യടന വേദികളിലെ ആൾക്കൂട്ടമൊക്കെ അതിന് തെളിവാവുകയും ചെയ്യുന്നു.